ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ഡെസേർട്ട് ട്രിപ്പ് പോവുകയാണ്. ഇന്നെന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ റെക്കോർഡ് ചെയ്തതിലേക്കൊരു വോയിസ് ഓവറൊക്കെ കൊടുത്ത് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ലേറ്റായി പോയത്. പിന്നെ ഈ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ റൂമിൽ നിന്നും പുറത്തിറങ്ങി കുറച്ച് ഒരു ടേണിങ് കഴിഞ്ഞിട്ടുള്ള മുതൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡെസേർട്ടിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ, റസൽക്കൻ്റെ ഫ്രണ്ട് ഉണ്ട്, നിഷാർ എന്നാണ് ആളെ പേര്. അപ്പോൾ ആളെ നമ്മളെയും കൂടെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. അതിൽ ഓൾറെഡി കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും അവരുടെ ഫാമിലിയും പിന്നെ നിഷാറിൻ്റെ തന്നെ വൈഫ് സെയിം കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണത്. അപ്പോൾ അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ട്. പിന്നെ കൂടെ റൂംമേറ്റ്സ് ആയിട്ട് താമസിച്ച കുറച്ച് കുട്ടികളും, അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ ഫുഡൊക്കെ ഓരോരുത്തർ ഓരോ ഫുഡൊക്കെ കൊണ്ടുപോകാം, അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ചിക്കൻ്റെ ഗ്രേവിയുള്ള കറിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കോട്ടെ. എനിക്ക് എന്ത് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര റെഡിയാണ്, എന്ത് ഉണ്ടാക്കാനും ഞാൻ റെഡിയാണ് സത്യം പറഞ്ഞാൽ. കാരണം എല്ലാവരും നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് കഴിക്കാൻ ആളുണ്ടെങ്കിൽ, അത് കഴിക്കാൻ ഹാപ്പി ആയിട്ട് ആളുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ. വീട്ടിൽ വെറുതെ 3 നേരം ഫുഡ് ഉണ്ടാക്കി തിന്നാൽ അതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് എല്ലാവരും ഹാപ്പിയായി നല്ലതായി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇനിയും ഉണ്ടാക്കാനുള്ളൊരു ഇത് കിട്ടും, ഒരു എനർജി കിട്ടും. ഇനിയും ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെ ചാൻസ് ഉണ്ടാകുമ്പോൾ പോകാനും വരാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 360 മോൾ കണ്ട്. അപ്പോൾ 360 മോളിൻ്റെ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്ത് വാട്ടർ ടാങ്ക് എന്തോ ഉണ്ട്, അതും കൂടി എടുക്കുന്നത് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതും എടുത്ത്. ഇങ്ങനെ നമ്മൾ ഷുവൈക്ക് പോർട്ട് വഴിയാണ് കൂടെ ആ ഒരു റോഡ് എന്ന് വെച്ചാൽ, ആ ബ്രിഡ്ജിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു യൂ ടേൺ എടുക്കണമെങ്കിൽ ഒരു ഇൻ്റർചേഞ്ച് ഉണ്ട്, അവിടുന്ന് മാത്രമേ പിന്നെ യൂ ടേൺ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ 2 സൈഡിലും കടലായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു വ്യൂ ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ നടുവിലൂടെ, ഈ കടലിൻ്റെ നടുവിലൂടെ ഒരു റോഡ് പോകുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് സംഭവം ഈ നല്ല ലോങ് ബ്രിഡ്ജാണ്, ഇതിലെ പോയാൽ ഡെസേർട്ട് ഏരിയാസിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഈ അബ്ദാലി പിന്നെ എന്താ പറയുക, നമ്മൾ പോകാൻ ഏരിയയിലേക്കും അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കും കുറേ എന്താ പറയുക, ഈ ടെൻ്റൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ താമസിക്കുന്ന അങ്ങനത്തെ ആ ഡെസേർട്ട് ഏരിയാസിലേക്ക് പോകണമെങ്കിൽ ഇതിലൂടെയാണ് പോകാമെന്ന് പറഞ്ഞു. മുന്നേ ആയിരുന്നെങ്കിൽ ഒരുപാട് ചുറ്റി തിരിഞ്ഞ് പോകേണ്ടിയിരുന്നു. പക്ഷേ ഈ ബ്രിഡ്ജ് വന്നതോടുകൂടി ഇങ്ങനത്തെ ഏരിയാസിലേക്ക് പോകാൻ കുറച്ചുകൂടി എളുപ്പമായി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നടുക്കടലിൽ നിൽക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ആർക്കായാലും ആഗ്രഹം ഉണ്ടാവില്ലേ. സത്യം പറഞ്ഞാൽ ഇവിടെ അലൗഡ് അല്ല, ഇവിടെ അധികം നേരം നിർത്തിയിടാനോ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ജസ്റ്റ് അവിടെ ഇറങ്ങിങ്ങാണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചൊരു വീഡിയോ എടുത്തു. അപ്പോൾ നല്ല സണ്ണി ആയതുകൊണ്ട് ആരും വിചാരിക്കേണ്ട ചൂട് എടുക്കേണ്ടത്, നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പ് വെച്ചാൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ പിന്നെ തണുപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഒന്ന് സണ്ണ് പോയി, സൂര്യനൊക്കെ ഒന്ന് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് കൂടുകയും ചെയ്യും. അങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് കയറാനൊരു സിഗ്നൽ കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബൈക്കാരന് പറപ്പിച്ച് വിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹാർട്ടൊന്ന് ഇടിച്ച് നിന്നുപോയി. പെട്ടെന്ന് ഒരു സെക്കൻഡിലേക്ക് ഞാൻ സ്റ്റോപ്പായി പോയി. അത്രയ്ക്ക് സ്പീഡിൽ എൻ്റെ അടുത്തൂടെ പോയത്, ബ്രിഡ്ജ് വരെ കുലുങ്ങിപ്പോയെന്ന് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് മോനും വേഗം കയറുമെന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വണ്ടി കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്രിഡ്ജിന് വെറും സ്ട്രെയിറ്റ് അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഹമ്പായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവിടെയാണ് അതിൻ്റെ മെയിൻ പില്ലർ കിടക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ മെയിൻ പില്ലറുണ്ട്. അപ്പോൾ ആ പില്ലറിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നല്ലൊരു വ്യൂ തോന്നി. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു കറുപ്പ് കാർ, നമ്മൾ അങ്ങോട്ട് ട്രാക്ക് മാറുമ്പോൾ ആ ട്രാക്കിലേക്ക് വരും, നമ്മൾ ഈ ട്രാക്കിലേക്ക് മാറുമ്പോൾ ഈ ട്രാക്കിൽ, എൻ്റെ മുന്നിൽ തന്നെ കിടന്നിട്ട് ആ ബ്ലാക്ക് കാർ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ക്രേസാണെങ്കിലും വേറൊരാൾ ഡ്രൈവ് ചെയ്ത് കൂടെ പോയി ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാനോ ആക്കാനോ ഒന്നും ഇഷ്ടമുള്ള ആളല്ല ഞാൻ. പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യുക, ലൈസൻസ് ഒന്നും കിട്ടാനും ചാൻസ് ഇല്ല. ഇൻഷാ അള്ളാ നോക്കാം, നമുക്ക് എന്താ പറയുക, വേറെ ജോലിയൊക്കെ കിട്ടി അതിൻ്റെ കൂടെ ലൈസൻസൊക്കെ എടുക്കാനുള്ളൊരു ഓപ്ഷൻ വരുമോ എന്നുള്ളത് അന്നേരം നോക്കാം. ഇപ്പോഴെന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കുറച്ച് വെൻഡേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ അവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല, കാരണം നമ്മൾക്ക് വേണ്ടതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനൊക്കെ ഉള്ളത് മോൻ്റെ ബാഗിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നല്ല രസമാണ് ഇവിടുത്തെ റോഡും ഇൻ്റർചേഞ്ചും ഈ യൂ ടേണൊക്കെ കാണാൻ. അപ്പോൾ ഞാനത് മാപ്പിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടേണിലൂടെയാണ് നമ്മളിപ്പോൾ ടേൺ ചെയ്ത് ഇങ്ങനെ ചുറ്റി വരാണ്.
അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടേക്കുള്ള വഴിയും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഈ അബ്ദാലി ബുബിയാൻ പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണും. ആ സമയത്ത് നമ്മളോട് ലെഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ടൈം അതിലൂടെ പോയിട്ട് കൺഫ്യൂഷൻ അടിച്ച് വീണ്ടും റൗണ്ട് അടിച്ച് ഇൻ്റർചേഞ്ച് വഴി വന്നിട്ടാണ് ആ ഒരു ബോർഡ് കണ്ടത്. അങ്ങനെ നമ്മളെ ശാല എത്തിയിട്ടുണ്ട്. അവിടെ നേരെ പോയി ഒരുപാട് ഉള്ളിലേക്ക് പോകാനുണ്ട്. ഫസ്റ്റ് മുതലേ ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളൂ. അങ്ങനെ കുറച്ചൊരു വടി ഫോളോ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു, പിന്നെ ഒരു ടയർ ഫോളോ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ മെയിൻ റോഡിൽ നിന്നും ഈ ശാലേൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും മെയിൻ ആൾക്കാർ എത്തിയിട്ടില്ലായിരുന്നു. മെയിൻ ആൾക്കാർ വെച്ചാൽ ഇനിഷാറിൻ്റെ ഫാമിലി എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ലേറ്റായി. അവർ 2-3 ഗേൾസും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഫുള്ള് ഒരുങ്ങാനും ആക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നതാണ് സാറ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എത്താനും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയ ആൾക്കാർ വന്ന ഉടനെ തന്നെ ഫുഡടി തുടങ്ങി. ഓരോരുത്തരുണ്ടാക്കി കൊണ്ടുവന്ന ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് എല്ലാവരും എടുത്ത് കഴിക്കാനും ആക്കാനും ചായ കുടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇതിൻ്റെ അവിടുന്ന് എനിക്ക് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. സത്യം പറഞ്ഞാൽ കുവൈറ്റിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് ഫസ്റ്റായിട്ട് കിട്ടുന്ന ഫ്രണ്ട്സ് ഇവരാണ്. അപ്പോൾ ഹംന, ഹഫ്സ, ഫത്തീന. ഹംനയും ഹഫ്സയും ശ്രീലങ്ക ആണ്. പിന്നെ ഫത്തീന വന്നിട്ട് പോണ്ടിച്ചേരിയാണ്. അപ്പോൾ ഇവരൊക്കെ നിഷാറിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. എങ്ങനെയാണെന്നറിയില്ല, എത്രയോ കാലമായിട്ട് അറിയുന്ന പോലെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരൊറ്റൊരു ദിവസം കൊണ്ട് നമുക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആവാൻ പറ്റി. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിടും. അപ്പോൾ ഒരു നല്ല അഭിപ്രായം പറയും. സത്യം പറഞ്ഞാൽ കഴിച്ച് നോക്കാതെ തന്നെ ഇവർ നല്ല യമ്മി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. അവർ വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടാണ് എല്ലാം ഇങ്ങനെ എനിക്ക് മെസ്സേജ് കഴിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പുതിയതായിട്ട് ഫ്രണ്ട്സ് കിട്ടുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ അവിടെ നമ്മൾ വേറൊരു അഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് അവിടെ ഫുള്ള് ഗെയിംസ് എന്താ പറയുക ഓർഗനൈസ് ചെയ്തതും എല്ലാം പ്ലാൻ ചെയ്യണതും എല്ലാവരും പിടിച്ചിട്ട് എൻ്റർടൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് ആ കുട്ടിയാണ്. അതും നിഷാറിൻ്റെ കമ്പനിയിലത്തെ സ്റ്റാഫ് തന്നെയാണ്. പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. വൈഫിൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്. അവസാനം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11:30-12 മണിയായി ഇറങ്ങാൻ സമയത്ത് എല്ലാവരും കൂടി റസൽക്കിനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ച് ആൾ പിന്നെ പാട്ട് പാടാന്ന് പറഞ്ഞാൽ റെഡിയാണല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ വോയിസ് ഫുൾ ഡിസ്റ്റർബിങ് ആയതുകൊണ്ട് എൻ്റെ വോയിസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ ഇടാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ട്. അപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ വാസ് 7.